ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് വേറെ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ കാർബൺ ഡെപ്പോസിറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ബൈക്കാവട്ടെ കാറാവട്ടെ, ഈ കാർബൺ ഡെപ്പോസിറ്റ് എന്താണെന്നറിയാത്ത ഒരു പ്രശ്നമാണ് നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് കാർബൺ ഡെപ്പോസിറ്റ്. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഫ്യൂൽ അഡിക്റ്റീവ് കാര്യങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ കാർബൺ ഡെപ്പോസിറ്റ് ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ ആ സംഭവം അവിടെ വിട്ടു. പക്ഷേ ഈ കാർബൺ ഡെപ്പോസിറ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് വരില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വണ്ടിയുടെ പവർ ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യും. മീൻസ് എന്താ പറയുക, ഒരു പുള്ളിങ്ങിൻ്റെ കുറവ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഫീൽ ചെയ്യും. കാരണം ഡെയിലി കൊണ്ടു നടക്കുന്ന വണ്ടികളിൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ വേറെ ആളുടെ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് ഇതിൻ്റെ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ സെയിം മോഡലാണ്, ഇതിന് കുറച്ച് പുള്ളിയും കുറവുണ്ട് എന്ന് നമുക്ക് പറയാം. ബട്ട് അത് ഈ കാർബൺ ഡെപ്പോസിറ്റ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് വേറെ മെക്കാനിക്കൽ ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടൊക്കെ വരും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി കൊണ്ടു നടക്കുന്ന വണ്ടിക്ക് കുറച്ചൊരു പിക്കപ്പ് കുറവ്, അല്ലെങ്കിൽ എന്താ പറയുക ഇടയ്ക്കൊരു മിസ്സിങ്, അതുപോലത്തെ ഇഷ്യൂ, മൈലേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ കേട്ടാൽ മതി. ഒന്നുമില്ല, നമ്മുടെ ഈ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂവല് കത്തിയിട്ട് അപ്പോൾ അത് ഫയർ എക്സ്പ്ലോഷൻ നടക്കുന്ന ആ ഒരു ചാമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ നമ്മുടെ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന മാതിരി തന്നെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ആ ഒരു നമ്മൾ ഈ തീ കത്തിയതിൻ്റെ ആ ഒരു സംഭവം പിടിച്ചു കിടക്കുന്നതിനാണ് ഈ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള മേജർ റീസൺ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫ്യൂവല് അത്രയ്ക്കും പ്യുവറല്ല നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. ഇപ്പം ഈവൻ പമ്പ്സിലാണെങ്കിലും പമ്പിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മായം കലർന്നൊക്കെ വരാം. ഇപ്പോൾ ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ കേട്ടിരുന്നു, പവർ പെട്രോളും നോർമൽ പെട്രോളും ഒക്കെ ഒരേമാതിരി കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ടാങ്കിലും കാര്യങ്ങളും അടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി അടിപൊളി വണ്ടി, മീൻസ് ഒരു പവർ പെട്രോളൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിൽ, അങ്ങനത്തെ വണ്ടികളാണെങ്കിലും ഈ പറഞ്ഞ ഇഷ്യൂ വരാം. എന്ന് വെച്ചാൽ അത് പവറാണെന്ന് പറഞ്ഞ് അടിക്കുന്ന പെട്രോൾ ആണെങ്കിലും നോർമലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടായിരുന്നു, ഈ ഫ്യൂവൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ, മീൻസ് ടാങ്കറിൽ കൊണ്ടുവരുന്ന ആൾക്കാർ ഇത് ഏതാണെന്ന് അറിയാണ്ടാണ് ഈ പവറിൻ്റെ ഹോസിലേക്കും മറ്റേലേക്കും മാറ്റി കണക്ട് ചെയ്യുന്നത് പോലും. അപ്പോൾ അങ്ങനെയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഈ ഒരു ഇഷ്യൂ വരും. അപ്പോൾ അത് എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ ഈ പറഞ്ഞ മാതിരി അടിക്കുന്ന ഫ്യൂവലിൽ വരുന്ന ഇഷ്യൂ, ഫ്യൂവൽ അത്രയ്ക്കും പ്യുവർ അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വരും. അതൊരു പരിധി വരെ ഉണ്ടാവും എന്തായാലും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പ്യുവറസ്റ്റ് പെട്രോളൊന്നും കൊണ്ട് ഇറക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ പവർ പ്ലഗ്. വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ പ്ലഗ് നമുക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാണ്ടാവും. വണ്ടിയായിട്ട് അത്രയ്ക്കും തീരെ കണക്റ്റഡ് അല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പവർ പ്ലഗ് ഫങ്ഷനിങ് അല്ലെങ്കിൽ മീൻസ് ചെറിയ വർക്കിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫ്യൂവൽ വന്ന് അത് ബേൺ ആവാണ്ട് അവിടെ കിടക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് എപ്പോഴാണോ എക്സ്പ്ലോഷൻ നടക്കുന്നത്, മീൻസ് പവർ പ്ലഗ് എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും ഇനി നെക്സ്റ്റ് എക്സ്പ്ലോഷൻ നടക്കുക. ആ ടൈമിൽ ഈ പറഞ്ഞ മാതിരി ഈ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ എൻജിനൊരു അളവ് കൊടുത്തിട്ടുണ്ട്, ഇത്ര ഒരു ഫ്യൂവൽ അതിലുള്ളപ്പോൾ ഇത്ര ഒരു കംപ്രഷൻ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് ഈ ഇഗ്നിഷൻ നടക്കേണ്ടതെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ടൈമിങ് ചെയിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് മിസ്സാവുക അല്ലെങ്കിൽ അടുപ്പിച്ച് മിസ്സായി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫ്യൂവൽ അവിടെ ഓവർ ഉണ്ടാവും, അത് ബേൺ ആവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പവർ പ്ലഗ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പോട്ടെ, നമ്മൾ ഇത്ര സർവീസിൽ നമ്മളത് റീപ്ലേസ് ചെയ്യും, അതൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂ വരും. അപ്പോൾ നിങ്ങൾക്ക് ചില വണ്ടികളിലൊക്കെ നിങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി വണ്ടിയുടെ മുകളിൽ എന്തെങ്കിലും പണിയെടുത്തവരാണെന്നുണ്ടെങ്കിൽ പവർ പ്ലഗ് ഊരി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ നല്ല കട്ടി ബ്ലാക്ക് കളറിൽ കാർബൺ അഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്ലഗ് നിങ്ങൾ എപ്പോഴെങ്കിലും ഊരുന്നതാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിലത്തെ കഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് രണ്ടാമത്തെ സംഭവം. പിന്നെ മൂന്നാമത് വരുന്നത് നമ്മുടെ ത്രോട്ടിൽ ബോഡി. ഇനിയിപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടർ വരാത്ത വണ്ടികളാണെങ്കിൽ കാർബുറേറ്റർ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് സാധനവും നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇഷ്യൂ വരും. അത് ക്ലീൻ ചെയ്യുക കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നതല്ല, ഈ പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലും സർവീസിൻ്റെ ടൈമിൽ ക്ലീൻ ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനുള്ളിൽ ഈ പറഞ്ഞ മാതിരി ഡസ്റ്റോ അല്ലെങ്കിൽ ഈ കാർബണിൻ്റെ മീൻസ് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫ്യൂവൽ കറക്റ്റായിട്ട് പോകില്ല, അല്ലെങ്കിൽ എയർ കറക്റ്റായിട്ട് പോകില്ല, അതിൻ്റെ ഫങ്ഷനിങ് കറക്റ്റ് ആവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ എഞ്ചിൻ്റെ മുകളിലല്ല ഈ കമ്പഷൻ ചാമ്പറിൻ്റെ ആ ഭാഗത്തൊക്കെ ഈ പറഞ്ഞ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്, കാർബൺ ഡെപ്പോസിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എഞ്ചിന് കറക്റ്റായിട്ട് എത്തേണ്ട ഫ്യൂവലും എയറും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ വരും. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിനെയും ബാധിക്കും. നമ്മുടെ എയർ ഫിൽറ്റർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ, റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ഡെപ്പോസിറ്റ് വരും. ഫ്യൂവൽ മറ്റേ ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പഴയ എയർ ഫിൽറ്റർ ഊരി കഴിഞ്ഞാൽ
ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സംഭവം കയറിയിട്ട് ബ്ലോക്ക് ആയത് കാണാൻ പറ്റും. എന്ത് കയറിയിട്ട് ഈ പൊടിയും ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ട്. അപ്പോൾ അതിലൂടെ സക്ക് ചെയ്ത് വരുന്ന എയർ ആയിരിക്കും നമ്മുടെ എഞ്ചിനിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഈ ഒരു എയർ ഫ്ലോയ്ക്ക് ഷോർട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്യൂല് മാത്രമായിരിക്കും എഞ്ചിനിലേക്ക് എത്തുക. എഞ്ചിൻ മീൻസ് ഈ ചാമ്പറിലേക്ക് എത്തുക. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് എയർ ഇല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലോഷൻ 100% നടക്കില്ല. ഈവൻ ഒരു 75% ആണ് നടക്കുന്നത് വിചാരിച്ചോ, ബാക്കി 25% അവിടെ ലോസ് ആവുകയാണ്, നമ്മുടെ ഫ്യൂൽ അവിടെ ലോസ് ആവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഇഷ്യൂ വരും. ഈ ഒരു സംഭവം അടിച്ച് കയറുന്ന ഇഷ്യൂ വരും. അപ്പോൾ നമുക്കതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എന്താ വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ യമഹ, എൻ്റെ വണ്ടി യമഹയാണ്, അതുകൊണ്ട് ഞാൻ യമഹയുടെ കാര്യം മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ പറഞ്ഞിട്ടാണ്. യമഹയുടെ ഒരു PACO അങ്ങനെ എന്തോ ഒരു പേര് വരുന്ന ഒരു ഫ്യൂൽ അഡിക്റ്റീവ് അങ്ങനത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. ഞാൻ ഫോട്ടോ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു ഐറ്റം ഇതിലൊരു 2 ലിറ്റർ പെട്രോളിൻ്റെ കൂടെ യൂസ് ചെയ്യാണ് ചെയ്യാം. ആ യൂസ് ചെയ്തിട്ട് നമ്മളതങ്ങനെ ഓടിച്ച് തീരുന്നതിനനുസരിച്ച് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഈ പറഞ്ഞ മാതിരി ഫ്യൂൽ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ അതിലൂടെയൊക്കെയുള്ള എല്ലാ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റും ക്ലീൻ ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഫ്യൂല് പോകുന്ന എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാനുവലായിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു അഡിക്റ്റീവിലൂടെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലരും ഈ പറഞ്ഞ മാതിരി ഈ ഒരു അഡിക്റ്റീവ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംഭവം വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ വിചാരം ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ഇളക്കി കളയുന്ന. അതിപ്പോൾ ഇളക്കി കളയുകയാണെങ്കിലും പിന്നെ വരാണ്ടിരിക്കാനുള്ള പ്രിവെൻഷൻ നിങ്ങൾ എടുക്കണം. എന്നുവെച്ചാൽ ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പവർ പ്ലഗ് മാറ്റിയിരിക്കണം. എന്തായാലും ഒന്നെങ്കിൽ കമ്പഷൻ കറക്റ്റ് നടക്കായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എയർ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുക. ഈ പറഞ്ഞ മാതിരി ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ മീൻസ് ഈ ഫ്യൂല് പോകുന്ന വഴിയൊക്കെ ഈ ഒരു ഫ്ലൂയിഡ് ക്ലീൻ ചെയ്യും. അല്ലാത്ത സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. അത് മിസ് ഫങ്ഷൻ ആയിട്ട് മീൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സെയിം സിറ്റുവേഷനിൽ തന്നെ വരും. സംഭവം 3000 കിലോമീറ്ററിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 3000 കിലോമീറ്ററിലാണ് നമ്മുടെ യമഹയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റുക. ആ ടൈമിൽ തന്നെ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. എന്നാലും പറയുകയാണ്, ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ദെൻ ബൈ.